ഈ കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ ആക്ട്രസ് ലെന അവരുടെ കല്യാണം കഴിഞ്ഞ കാര്യം അല്ലേ ഇൻസ്റ്റാഗ്രാം വഴി എല്ലാവരെയും അറിയിച്ചത്. തൻ്റെ വിവാഹം കഴിഞ്ഞു എന്ന് വെളിപ്പെടുത്തി ലെന എന്ന് ബ്രേക്കിംഗ് ന്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പ്രധാനമന്ത്രി വന്നിട്ട് ഗഗൻയാൻ ബഹിരാകാശ യാത്രികരെ അല്ലേ ആ യാത്രാ സംഘത്തിന് എയർഫോഴ്സ് ഗ്രൂപ്പ് ക്യാപ്റ്റനാണ്. ആ സംഘത്തിന് മൂപ്പര് വന്നിട്ട് വെൽക്കം ചെയ്ത ടൈമില് അപ്പോഴാണ് നമ്മളെല്ലാവരും അതിലൊരു മലയാളി ഉണ്ട് എന്നുള്ളത്. നമ്മൾ ആ സത്യം പറഞ്ഞാൽ മലയാളി ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയുമായിരുന്നുള്ളൂ. അത് ലെനയുടെ ഹസ്ബൻഡ് ആണ് എന്നുള്ളത് പിന്നെ ലെന പറയുമ്പോഴാണ് മലയാളികൾക്ക് മനസ്സിലായത്. ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ, അതാണ് അങ്ങേരുടെ പേര്. അപ്പോൾ ലെന അങ്ങനെ ഇൻസ്റ്റാഗ്രാമില് ഐ തിങ്ക് സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പൊ അവരങ്ങനെ അത് പക്ഷെ കല്യാണം ജനുവരിയിൽ കഴിഞ്ഞു. അതെ, ഇപ്പോഴാണ് അത് ആ സമയത്തിന്. ഓക്കെ, അവരങ്ങനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ന്യൂസ് കാണാത്തവരുണ്ടെങ്കിൽ ഞാനിവിടെ വെക്കാം. എന്നും സർപ്രൈസുകൾ തന്ന മലയാളികളെ ഞെട്ടിക്കുന്ന താരമാണ് നടി ലെന. വ്യക്തിജീവിതത്തിലും സിനിമാ ജീവിതത്തിലും ആ സർപ്രൈസുകൾ കൊണ്ടാണ് ആരാധകർ ലെനയെ ഇഷ്ടപ്പെട്ടത്. ലെനയുടെ പുതിയ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ കത്തിക്കുന്നത്. നേരത്തെ കൊടൈക്കനാലിൽ പോയി മാജിക് മഷ്റൂം കഴിച്ചതും അതിനുശേഷം മെഡിറ്റേഷൻ ചെയ്തതുമെല്ലാമാണ് വെളിപ്പെടുത്തിയതെങ്കിൽ ഇന്ന് അതുക്കും മേലെയുള്ള സർപ്രൈസുമായാണ് ലെന വന്നത്. ഗഗൻയാൻ വിക്ഷേപണ ദൌത്യത്തിൽ പങ്കാളിയാകാൻ ഒരു മലയാളി കൂടിയുണ്ടെന്ന അറിയിപ്പിൽ പ്രേക്ഷകർ കാത്തിരുന്നത് പ്രധാനമന്ത്രി മോദി ആ മലയാളിയായ ബഹിരാകാശ യാത്രികന്റെ പേര് പ്രഖ്യാപിക്കാനാണ്. ആ സമയം മറുവശത്ത് ലെനയും ഒരു പ്രഖ്യാപനം നടത്തി. ആ മലയാളി തന്റെ ഭർത്താവാണ്. ഇരുവരുടെയും വിവാഹം കഴിഞ്ഞിട്ട് 2 മാസമേ ആകുന്നുള്ളൂ. ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ലെനയുടെ അപ്രതീക്ഷിത വെളിപ്പെടുത്തൽ. ഇന്ന് 2024 ഫെബ്രുവരി 27 നമ്മുടെ പ്രധാനമന്ത്രി ഇന്ത്യൻ എയർഫോഴ്സ് ഫൈറ്റർ പൈലറ്റ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർക്ക് അദ്ദേഹത്തിന്റെ ഇന്ത്യൻ ബഹിരാകാശ യാത്രിക വിങ്ങുകൾ സമ്മാനിച്ചു. നമ്മുടെ രാജ്യത്തിനും കേരളത്തിനും വ്യക്തിപരമായി എനിക്കും അഭിമാനത്തിന്റെ ചരിത്ര നിമിഷമാണിത്. 2024 ജനുവരി 17 ഞാൻ പ്രശാന്തിനെ വിവാഹം ചെയ്തു. പരമ്പരാഗത ചടങ്ങുകളുമായി അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. ഈ വാർത്ത നിങ്ങളെ അറിയിക്കാൻ കാത്തിരിക്കുകയായിരുന്നു ഞാൻ, ലെന ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു. കല്യാണസാരിയിൽ പ്രശാന്തിനൊപ്പം നിൽക്കുന്ന വിവാഹ ചിത്രവും ഇന്ന് വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ പ്രശാന്തിനൊപ്പമുള്ള ചിത്രവും ലെന ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ പങ്കുവച്ചിട്ടുണ്ട്. രചന നാരായണൻകുട്ടി, രാധിക, മീരാനന്ദൻ അടക്കമുള്ള താരങ്ങളെല്ലാം ലെനയ്ക്ക് ആശംസകൾ അറിയിച്ചു. ഓക്കെ, അങ്ങനെ ആ ന്യൂസ് മലയാളികൾ അറിഞ്ഞു. അപ്പോൾ ഇതന്നെ ഫേസ്ബുക്കിലും അവരുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നേ. ഓക്കെ, അപ്പൊ രണ്ടുപേരുടെയും അല്ലേ സെക്കൻഡ് മാരേജ് ആണ്. അപ്പൊ മൂപ്പര് സെക്കൻഡ് ഇന്നിങ്സ് എന്ന് പറഞ്ഞ് തുടങ്ങുന്നു. ഇതിന്റെ കമന്റ് ബോക്സിൽ എന്റെ പൊന്നോ, എന്തോ ഇവരെ കല്യാണം നാട്ടുകാർ നടത്തി കൊടുത്ത പോലെ, നാട്ടുകാരുടെ ചെലവിൽ ഒരു കല്യാണം കഴിച്ച പോലെയൊക്കെയാണ് അതിന്റെ കമന്റ് ബോക്സിൽ. എന്റെ മോനെ, കമന്റ് ബോക്സിനകത്ത് ഞാൻ കാണിച്ചിട്ടോ, അവനെയും കൂടെ ഊമ്പിച്ചു കയ്യിൽ കൊടുക്കണം. സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ ഒപ്പം പഠിച്ച ഒരാളെ പ്രേമിച്ച് കല്യാണം കഴിച്ച് അവനെ ഒഴിവാക്കി ഇനിയും ഇവനെയും ഒന്ന് ഊമ്പിക്കണം. അതായത് ആദ്യത്തെ കല്യാണം എങ്ങനെയാണ് ബ്രേക്കായി എന്നുള്ളതിനെ കുറിച്ച് ലെന തന്നെ ഇന്റർവ്യൂസിൽ പറഞ്ഞ കാര്യം വീണ്ടും എടുത്തു തുടർന്ന് വെച്ചിട്ട് ഒരാള് പാടില്ല. അതായത് ആദ്യത്തത് വർക്കൗട്ട് ആയില്ലെങ്കിൽ പിന്നെ ചെയ്യാൻ പാടില്ല, അങ്ങനെയാണ്. ഇനി ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ഇട്ട അജുവിനോട് അനുവാദം ചോദിക്കണം. അടുത്തത് ഇത് കണ്ടിട്ട് 6 മാസം തികയുമെന്ന് തോന്നുന്നില്ലല്ലോ. കണിയാനാ, ഫൈസൽ കണിയാൻ ഗണിച്ച് പറയണം. 6 മാസത്തിനപ്പുറം പോവില്ല, അതാണ് ഫൈസൽ കണിയാൻ. സെക്കൻഡ് ഇന്നിങ്സ് മനോഹരമായ വാക്ക് കാത്തിരുന്നു കാണാം. നമ്മൾ എത്ര കണ്ടതാ. ഇതുപോലെ എത്ര എണ്ണം അവസാനം ചെന്നെത്തുന്നത് കുടുംബകോടതിയിൽ. കുടുംബകോടതി പോയി നല്ല നഷാസാദിന്റെ സ്ഥിരം പരിപാടി അതാണ്. കുടുംബകോടതിയിൽ ഇരുന്ന് കയറി വരുന്നവരെ എണ്ണെടുക്കും. അവിടെ കുടുംബകോടതിന് മുന്നിൽ പോയി വിളിച്ചു കേട്ടിരുന്നിട്ട് ഇന്ന് ആരൊക്കെ വന്നു, ഇനി എത്ര പേര്. സ്വന്തം കുടുംബകോടതി പോകാതെ നോക്കിയാ നല്ലത്. പണവും സ്ഥാനമാനങ്ങളും മതി, ഗ്ലാമർ വേണമെന്നില്ല അല്ലേ. എന്റെ പൊന്നെ, ക്യാൻഡി ക്യാമിൽ ഇട്ട ഫോട്ടോയില് സ്നാപ്സീഡിൽ വെളുപ്പിച്ചു കൂട്ടിയ ഒരു ഫോട്ടോയും വെച്ചിട്ട് ഗോപൻ അതെ പൊന്നാളിയാ. ഇങ്ങനെ എന്താ പറയാ വെളുപ്പിച്ചുണ്ടാക്കിയ
DP-യും ഫോട്ടോ ആണ്. അതാണ് അതുകൊണ്ടാണ് ഗ്ലാമർ വേണ്ടേന്ന്. അതെ, പല്ലേതാ മുഖ ഏതാന്ന് മനസ്സിലാവണില്ലല്ലോ. അജാതി എളുപ്പല്ലേ ഇങ്ങനെ. ഈ എഡിറ്റിങ്ങിന്റെ സോഫ്റ്റ്വെയർ ഏതാണോ? പിച്ചക്കാരനെ കിട്ടിയുള്ളോ ഒരു മേലുള്ള ഭയങ്കര പിച്ചക്കാരനല്ലേ, മുടി മുട്ടൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പിച്ചക്കാരൻ ലുക്കാ തോന്നുന്നു. ആരുടെ അങ്ങേര് ഗ്രൂപ്പ് ക്യാപ്റ്റൻ അങ്ങനെ 2040 അവരൊക്കെ വിചാരിച്ചു ഗ്രൂപ്പ് ക്യാപ്റ്റന്മാരെന്ന് പറഞ്ഞാൽ പിച്ചക്കാരനാണെന്ന് വിചാരിച്ചിട്ടുണ്ടാവും ചിലപ്പോ. അതിന് ഇതിനെ കുറിച്ച് വല്ല അന്തവും ബോധവും വേണ്ടേ? ഇത് ആരാ എന്താ എങ്ങനെ? ഗഗന്യാൻ എന്ന് പറയുമ്പോ എന്ത് ഗഗന്യാൻ, എന്ത് ഗ്രൂപ്പ് ക്യാപ്റ്റൻ, ഇതൊന്നും അറിയില്ല. ഗവൺമെന്റ് ജോലി ഉണ്ടാവില്ല ചോദിച്ചിട്ടോ നമ്മള് മറ്റേ സാധാ ഗവൺമെന്റ് ജോലിക്ക് പറയാറില്ലേ, ഗവൺമെന്റ് കേരള ഗവൺമെന്റ് ജോലി, അതാ ഉദ്ദേശിച്ചത്. പ്രൈം ന്യൂസിൽ മരിച്ചത് അറിയാത്ത കാലഘട്ടത്തിൽ ജീവിക്കുന്നവരാകും. അപ്പൊ പിന്നെ അങ്ങനെയൊക്കെ തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അയാൾക്ക് വേറെ ഒന്നിനെയും കിട്ടിയില്ലേ, കഷ്ടം. അയാളുടെ അങ്ങനെ അതുകൊണ്ടല്ലേ കമന്റ് ബോക്സിൽ കൊള്ളാം നൈസ്. പ്രീമിയം കാർസിന് ബ്രാൻഡ് ന്യൂ ആണെങ്കിൽ പ്രൈസ് കൂടും. യൂസ്ഡ് കാർ ചീപ്പ് കിട്ടും, ബട്ട് മെയിൻ്റനൻസ് ആൻഡ് സർവീസ് ആണ് പ്രശ്നം. ബട്ട് പ്രീമിയം ഈസ് പ്രീമിയം. അത് വീട്ടിൽ ആരോ കാർ ഗ്യാരേജ്, സെക്കൻഡ് ഹാൻഡ് ഗ്യാരേജ് ഒരുപാട് നടത്തുന്ന ഒരാളാണ്. അതെ, സെക്കൻഡ് ഹാൻഡ് കാർ ഡീൽ ചെയ്യുന്ന ആരോ ആണ്. അപ്പൊ അത് മെയിൻ്റനൻസിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് അറിയാം. അതൊക്കെ കൃത്യമായിട്ട് അറിയാം. അപ്പൊ കൊടുക്കൽ വാങ്ങലുകൾ ഇങ്ങനെ നടത്തുന്ന സ്ഥിരമായിട്ട്. അതെ, അങ്ങനെയാണ്. ഇവളുടെ ആക്ഷൻ കണ്ടിട്ട് ഇവന്റെ ടൈം എടുത്തുള്ള അടി ഏറ്റില്ലെങ്കിൽ ഇവൾ തന്നെ ഉറ്റിയ അടി തേടി വലിയും. അതെ, അത് പണ്ട് അച്ഛൻ അമ്മയ്ക്കൊന്ന് അടിച്ചപ്പോ ആ അടി കണ്ടുണ്ടായാൽ അതാണ് ഈ അടിയെ കുറിച്ച് പറയുന്നത് അല്ലേ. പലവിധ പടികൾ. കൂടിയാൽ 6 മാസം നിങ്ങളുടെ വരയിൽ ലെനയെ കിട്ടില്ല. അതിനൊക്കെ വേറെ ആള് നോക്കണം. 100% ലെന പോകും. വീണ്ടും കണിയാൻ, അജേഷ് കണിയാൻ, വീണ്ടും കണിയാൻ. ഇത് ഇങ്ങനെ മലയാളികളൊക്കെ ഇങ്ങനെ ഗണിച്ച് പറയാൻ തുടങ്ങി കഴിഞ്ഞല്ലേ. ബാക്കി കല്യാണ ഫോട്ടോ ഇട്ടാ മതി. നമുക്ക് പഠിക്കന്മാരടുത്തേക്കൊന്നും പോകണ്ട. ഞാനൊക്കെ വെറുതെ വേസ്റ്റ് ഒക്കെ ഫോട്ടോ ഒന്ന് ഫേസ്ബുക്കിൽ ഓരോരുത്തർ വന്ന് കമന്റ് ഇട്ടു. ഡ്രസ്സ് മാറുന്നത് പോലെ ഭർത്താവിനെ മാറുന്നതായി തോന്നുന്നു. തോന്നലാണ്, ഒരു പ്രത്യേക തരം തോന്നലാണ്. എന്നിട്ട് DP-യിൽ ഇട്ടിക്കുന്ന ഇനി എത്രാമത്തെ ഡ്രസ്സാണ്? ഐ മീൻ ഡ്രസ് അല്ലേ, എത്രാമത്തെ ഡ്രസ്സാ നമുക്ക് അറിയില്ല. കാരണം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ചേച്ചിമാര് പറയുമ്പോൾ നമ്മൾ എപ്പോഴും അതിന് ചെവി കൊടുക്കണം, ശ്രദ്ധിക്കണം. അപ്പൊ നമുക്ക് അറിയില്ല എത്രാമത്തെ ഡ്രസ്സാണ് ഇട്ടിട്ടുള്ളത് എന്നുള്ളത്. എന്താണെങ്കിലും ഇങ്ങനെയൊക്കെയാണ് ഇവിടെ ഒരാളെ കല്യാണ വാർത്ത കണ്ടു കഴിഞ്ഞാൽ പൈസ കൊടുത്തിട്ടുണ്ടാവും കുറച്ച് കല്യാണം നടത്താൻ വേണ്ടിട്ട്. അപ്പൊ ആ ഒരു പൈസ ചെലവാക്കേണ്ട ഒരു ഇതിർക്കുണ്ട്, അതിന് വേണ്ടിട്ടാവും. ഞങ്ങള് സിനിമ കണ്ടിട്ടല്ലേ ഈ വലിയ ആളായത്. അപ്പൊ പിന്നെ എന്റെ കല്യാണത്തിന് ഞങ്ങളുടെ പൈസ കൊണ്ട്. അതെ, ഈ സ്വർണ്ണം മാലയും ഡ്രസ്സൊക്കെ ഇട്ടത് എന്താ ഞങ്ങളുടെ പൈസ കൊണ്ടല്ലേ. അതാണ് ഈ സൊസൈറ്റിന്റെ ഒരു അവസ്ഥയാണ് ആലോചിച്ച് നോക്കുന്നത്. ഒരാളെ കല്യാണം എന്ന് പറയുമ്പോൾ അയാളുടെ ഏറ്റവും ഹാപ്പിയസ്റ്റ് മൊമെന്റ് ആണ്. ഇത് മറ്റേ ഗൾഫുകാർ ഗൾഫിൽ നിന്ന് വരുമ്പോ ഇനി എന്നാ തിരിച്ചു പോവാന്നുള്ള ചോദ്യം ചോദിക്കണ മാതിരിയാണ്. കല്യാണം കഴിഞ്ഞ് എന്നാ ഇത് പിരിയ പോയ 6 മാസം അത്രേ ഉള്ളൂ. ഗണിച്ചാണ് പറഞ്ഞു തരും. അതാണ് ഒരു പ്രത്യേക തരം ഫേസ്ബുക്കിലെ മെന്റാലിറ്റി ഉള്ള കുറച്ച് മലയാളികൾ. അവരങ്ങനെ ഗണിച്ച് പറയും. പിന്നെ ഈ നടിയാണ് അല്ലേ, കുറച്ച് ആക്ട്രസ് ആണ്, സെക്കൻഡ് മാരേജ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട. കാരണം അവള് പോക്കാണ്, മറ്റേ യൂസ്ഡ് കാറാണ്, അഥവാ കല്യാണം കുറെ കാലം നിന്ന് 10-15 കൊല്ലം എന്തായാലും ഇത്രയും നല്ല തങ്കപ്പെട്ട ഒരു പെണ്ണിനെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഭർത്താവിനെ അനുസരിക്കുന്ന ഭാര്യ. കുലസ്ത്രീ. അതെ, ഭർത്താവിനെ അനുസരിച്ച് വീട്ടില് ജീവിക്കുന്ന ഒരു പെൺകുട്ടി. ഇതേ കമന്റ് മാറ്റിയും പറയും. നേരത്തെ മറ്റേ ഷർട്ടും ഡ്രസ്സ് മാറ്റുള്ള പറയുന്ന ചേച്ചി അവിടെ പോയിട്ട് നിലവിളക്കാണെന്ന് പറയും. നിലവിളക്കാണെന്ന് പറയും. എന്നാണ് കൊള്ളാടെ ഒരു കല്യാണക്കാര്യം വന്ന് സോഷ്യൽ മീഡിയയിൽ പറയുമ്പോൾ ഇതാണ് അവസ്ഥ. ഇത് ആരാ എന്താന്നൊക്കെ അറിയണമായിരിക്കും. അതാണ് അല്ലേ, ആരാ എന്താ അവര് രണ്ടുപേരും ലൈഫിൽ കണ്ടുകൂട്ടി അവര് കല്യാണം. അതല്ല, ഇയാളെ പറയുന്നതിന് മുന്നേ ഇയാൾ ആരാ എന്താന്നൊക്കെ അറിഞ്ഞിരിക്കണം അറിയാം. ഞാൻ അതും പോട്ടെ, ഇതിപ്പോ പറഞ്ഞത് ഇങ്ങനെ, ഇത് അന്ന് പറഞ്ഞിരുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും. അതാണല്ലോ എനിക്ക് ബുദ്ധിയുണ്ട്, അന്ന് പറയാതെ ഇന്ന് പറഞ്ഞത്. ഇന്ന് പറഞ്ഞിട്ടേ ഇങ്ങനെ, എന്നിട്ടാണെങ്കിൽ തീർന്നിട്ടുണ്ടായിരുന്നു 2 മാസം മുന്നേ. കാരണം ആ മഷ്റൂമിന്റെ ടൈമിലായിരിക്കും കല്യാണത്തിന്റെ കാര്യം പറയാൻ പോണത്. ആ പെട്ട് മോനെ. അപ്പൊ പിന്നെ നാട്ടുകാർ പിന്നെ ഒന്നും നോക്കില്ല, ഇയാളും പിടിച്ച് ഇറക്കിട്ടു. ഇപ്പൊ 1 മാസം കഴിഞ്ഞുകൊണ്ട് കുറച്ച് ചൂട് അറിയുന്നുണ്ടല്ലോ, അതുകൊണ്ട് അധികം ആൾക്കാർക്ക് പറയാൻ അവസരം കിട്ടിയില്ല. എന്നിട്ട് വലിയ സെൻസേഷനായിട്ട് വല്ല ഫുൾ വീഡിയോസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിലുള്ള കമന്റ്സ് അന്ന് ആ ടൈമില് മഷ്റൂം പറഞ്ഞ ടൈമിലും ബുക്ക് ഇറക്കിയ ടൈമിലാണെന്നുണ്ടെങ്കിൽ തീർന്നു. പ്രൈവറ്റ് ആക്കി വെച്ചോട്ട് കുറച്ച് ഉപകാരമുണ്ട്. കുറച്ച് കമന്റ്സ് കുറഞ്ഞു എന്നുള്ള രീതിയിൽ
ഓക്കെ ഡേ.